അടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചാൽ അതെല്ലാം വെറുതെ ആവുകയുള്ളൂ. എന്നുവെച്ചാ ഇപ്പൊ മഞ്ജരിയുടെ ഭരണം ഈ വീട്ടിൽ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെന്ന് യഥാർത്ഥ കാര്യം എല്ലാവരോടും പറഞ്ഞാലും എന്തെങ്കിലും തരികിട ഒപ്പിച്ച് അതെല്ലാം അവള് മാറ്റിയെടുക്കും. അവള് പറയുന്നത് മാത്രമേ ഈ വീട്ടിലുള്ളവരെല്ലാം വിശ്വസിക്കൂ. അതിനിടയ്ക്ക് നമ്മൾ ചെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ബലം ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ശ്രമം നടത്തിയാലല്ലേ അവളുടെ വിശ്വരൂപം പുറത്തുള്ളവരറിയൂ. മിഥുനേട്ടന്റെ ജീവിതത്തിൽ നിന്ന് മഞ്ജരി ആട്ടി പായിപ്പിക്കാൻ കഴിയൂ. ഈ ഒരു ചെറിയ കാര്യം കൊണ്ട് മഞ്ജരി മിഥുനേട്ടന്റെ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോവെന്ന് നീ കരുതുന്നുണ്ടോ? അത് നടക്കണമെങ്കിൽ മിഥുനേട്ടനടക്കം ഈ വീട്ടിലുള്ളവർക്കെല്ലാം വല്ല മഹാത്ഭുതവും സംഭവിക്കണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നുവെച്ചാ ഇപ്പൊ നമ്മൾ അറിഞ്ഞ ഈ സത്യം ആരോടും പറയാണ്ട് രഹസ്യമായി വെക്കണമെന്നാണോ? തൽക്കാലം നമ്മുടെ മുന്നിൽ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല ചാരു. അത് മാത്രമല്ല, നീ ഇതിന്റെ പുറകെ പോണ്ട കാര്യമില്ലായിരുന്നു. അതെന്താ ചേച്ചി? മഞ്ജരിയുടെ ചതിക്കുള്ള ഉത്തരവല്ല ഞാൻ കൊടുത്തത്. മഞ്ജരി തെറ്റിയതിന് നീ അവളെ പോലെ തന്നെ ആവണോ? സത്യങ്ങളല്ല എല്ലാം മീഡിയക്കാരോട് പറഞ്ഞത്. അവരെന്തെങ്കിലും പരിഹാരം കാണട്ടെ എന്ന് കരുതിയാ? അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചാരു. പക്ഷെ നീയും മഞ്ജരിയും കൂടി ഇങ്ങനെ ചെയ്തപ്പോ ഈ കുടുംബത്തിന്റെ പേര് നാട്ടുകാരുടെ മുന്നിൽ നാറിയത്. അതിന്റെ പേരിൽ ഇവിടെയുള്ളവരെല്ലാം എത്രമാത്രം വിഷമിക്കും. അങ്ങനെ ഒരു ദുസ്ഥിതി നമ്മൾ കാരണം ആർക്കും ഉണ്ടാവാൻ പാടില്ല മോളെ. ഇനി ഇതൊന്നും ആവർത്തിക്കരുത്. അവിടം കൊണ്ട് തീരുന്നില്ല. പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത വന്നതിന്റെ പിന്നിൽ നീയും മഞ്ജരിയുമാണ് പ്രവർത്തിച്ചതെന്നുള്ള കാര്യം പോലും മറ്റൊരു ചെവിയിൽ എത്തില്ല എന്നുള്ളത് എനിക്ക് സത്യം ചെയ്. ഇല്ല ചേച്ചി, എനിക്കിപ്പോ സത്യം ചെയ്ത് തരാനാ പറഞ്ഞത്. സത്യം ചേച്ചി, ഞാൻ അറിഞ്ഞതൊന്നും ആരോടും പറയില്ല. എന്നവാ മിഥുൻ, നീ എന്താണ് ഇത്ര ഗാഢമായിട്ട് ആലോചിക്കുന്നത്? ഒന്നുമില്ല ഡാഡ്. ഏകദേശം 1 വർഷം മുമ്പ് ഒരു വലിയ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിന് പ്രപ്പോസൽ കൊടുത്തായിരുന്നു. അതിതുവരെ അപ്രൂവ് ആയിട്ടില്ല. അതൊന്ന് അപ്രൂവ് ആയി കിട്ടുകയായിരുന്നെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനി ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ കമ്പനിയായി മാറിയേനെ. അത്രയ്ക്കും വലിയ പ്രോജക്റ്റായിരുന്നു. പെർമിഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത. നിന്റെ ഈ ഹാർഡ് വർക്കിന് എന്തായാലും ഉറപ്പായിട്ടും ഫലം കിട്ടും മിഥുൻ. അത് തന്നെയാണ് ഡാഡ് എൻ്റെ ആഗ്രഹം. ഒന്ന് അപ്രൂവ് ആയാൽ മതിയായിരുന്നു. ഇറ്റ് വിൽ ബി എ ഹ്യൂജ് പ്രോജക്റ്റ് ഇൻ അവർ ലിസ്റ്റ്. നിന്റെ ഈ ആത്മാർത്ഥത ഒരിക്കലും വെറുതെ ആവില്ല മോനെ. വളരെ ചെറിയ രീതിയിൽ ഞാൻ തുടങ്ങിയ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയായത് ഇന്ന് ലോകം മുഴുവനും പ്രശസ്തി ആർജിച്ചത് നീ ഒരാൾ കാരണമാണ്. ചെറിയ ചെറിയ ബിൽഡിങ്ങിൽ തുടങ്ങിയ നമ്മുടെ കമ്പനി ഇന്ന് വലിയ വലിയ ഗവൺമെന്റ് കൺസ്ട്രക്ഷൻ വരെ ചെയ്യുന്നുണ്ട്. ഇത് മതി മോനെ എനിക്ക്. എൻ്റെ മോനെ ഞാനിന്നൊരു കരയ്ക്കെത്തിച്ചിരിക്കുക. ഞാൻ നിന്നെ ഏൽപ്പിച്ച ആ കമ്പനി ആർക്കും കടത്തിവെട്ടാൻ പറ്റാത്ത വിധം വളർന്നിരിക്കുന്നു. വെരി ഗുഡ് മോനെ. നിന്റെ ഈ വിജയം കാണാൻ വേണ്ടിയാ അച്ഛനെ ആഗ്രഹിച്ചത്. ഇതിൽ കൂടുതൽ എനിക്കിനി ഒന്നും വേണ്ട. താങ്ക് യു സോ മച്ച് ഡാഡ്. ഹലോ ഹലോ മിഥുൻ, നീ ഇന്നത്തെ ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നോ? എനിക്കിതുവരെ നോക്കാൻ പറ്റില്ല മനോജ്. എനിക്ക് ടർക്കിയിൽ വെച്ച് അവാർഡ് കിട്ടിയതിന്റെ ഇന്റർവ്യൂ ഇന്നലെ എടുത്തായിരുന്നു. അതായിരിക്കും. അതൊക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷെ അവര് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് വേറൊരു കാര്യോ. അതെന്താ? നീയും മേഘനയും വിവാഹമോചനം നേടുകയാണെന്നും അതിന് കാരണം മഞ്ജരിയാണെന്നും എഴുതിയേക്കുന്നേ. അവാർഡ് സ്വീകരിക്കാൻ നിനക്കെന്താ യോഗ്യതയെന്ന് അങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. മൈ ഗോഡ്, ഇതിനാണോ അവരിന്നലെ വന്നത്? ഇതെന്തിനാ അവര് പബ്ലിഷ് ആക്കിയേ? അതൊന്നും എനിക്കറിയില്ല മിഥുൻ. നീ അത് വല്ലതും കണ്ടോന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഇൻഫർമേഷൻ. ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. അവർ ഇന്റർവ്യൂവിൽ ചോദിച്ചതൊന്നും അല്ലല്ലോ പത്രത്തിൽ എഴുതിയിരിക്കുന്നേ. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ആ പ്രസ്സുകാർക്ക് ഇത് എവിടെ നിന്നാണോ കിട്ടിയത്? മഞ്ജരിയെ കുറിച്ച് അവർ മോശമായിട്ട് എഴുതിയെന്നൊക്കെ പറയുന്നേ. വീട്ടിലിപ്പോ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടായിട്ടുണ്ടാവും. മഞ്ജരി ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും. ഡാഡ്, നമുക്ക് പ്രോജക്റ്റിന്റെ കാര്യം പിന്നെ നോക്കാം. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. അത് ശരിയാടാ. എന്നാ പിന്നെ നീ വണ്ടി തിരിച്ചു. അരുണിമ മാഡം, അരുണിമ മാഡം, ആരും ഇല്ലേ ഇവിടെ? എല്ലാരും ഒന്ന് പുറത്തേക്ക് വന്നേ. ആരാ നിങ്ങളൊക്കെ? എന്താ വേണ്ടേ? ഞങ്ങള് മഹിളാ സമാജത്തിൽ നിന്ന് വരിക. ആ മഞ്ജരി ഒന്ന് കാണണമല്ലോ. ആരാ ഇവിടെ മഞ്ജരി? ഞാൻ തന്നെയാ. എന്താ നിങ്ങക്ക് ചോദിക്കാനുള്ളത്?
ഓ ആ തമ്പുരാട്ടിക്കുട്ടി നീയായിരുന്നോ? മിഥുനും മേഘനയ്ക്ക് ഇടയ്ക്ക് കയറി ആ കുടുംബം നശിപ്പിച്ചപ്പോ സമാധാനായോ? മേഘന ഒരു പാവ സ്ത്രീയാ. അവരുടെ ജീവിതം നീ എന്തിനു തകർത്തു? ഹലോ, എക്സ്ക്യൂസ് മീ, അക്കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തിനു ചോദിക്കുന്നേ? ഇതൊക്കെ ഞങ്ങളുടെ കുടുംബകാര്യങ്ങളാണ്, അറിയോ? ഒരു സ്ത്രീയോട് നിങ്ങൾ കാണിക്കുന്ന അനീതി ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുമെന്ന് കരുതിയോ? മേഘനയുടെ ജീവിതം തകർക്കാൻ നീ ശ്രമിച്ചതിന് തക്ക മറുപടി ഞങ്ങൾ തരും. സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെയാണെന്ന് പറയുന്നത് ശരിയാ. പാവ മേഘനയുടെ ജീവിതം വെച്ചാണോടി നിനക്ക് കളിക്കാൻ തോന്നിയേ? അവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ അങ്ങ് ജീവിക്കോ? അങ്ങനെ ജീവിച്ചാൽ ഞങ്ങൾ അത് അനുവദിച്ചു തരുമെന്ന് കരുതിയോ? വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. എന്തൊക്കെയാ നിങ്ങൾ വിളിച്ചു പറയുന്നത്? എന്റെ മോളെ കുറിച്ച് ഇനിയൊരു വാക്ക് പറഞ്ഞ പിന്നെ എന്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾ അറിയും. ഓഹോ, ഈ തമ്പുരാട്ടിയെ പറ്റ വെല്ലമ്പുരാട്ടി ആയിരുന്നല്ലേ നിങ്ങള്? അയ്യേ, മോക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാനുള്ളേന് അവളെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയല്ലേ. നിന്നോടൊക്കെ ആര് സംസാരിക്കും? ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങള് നിന്നെ തൽക്കാലം ഞങ്ങള് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി നീ സമൂഹത്തിൽ ഇറങ്ങി നടക്കില്ല. ഇറങ്ങി എല്ലാരും നിന്നെ കല്ലെടുത്തെറിയും. നാളെ തന്നെ നിന്റെ ഒരു ഫോട്ടോ ഞങ്ങളുടെ മഹിളാ സമാജത്തിൽ ഒട്ടിക്കുന്നുണ്ട്. എന്നിട്ട് വരുന്നവരോടും പോകുന്നവരോടും ഇങ്ങനൊരു സ്ത്രീയെ സൂക്ഷിക്കണമെന്ന് എഴുതി വെക്കും. എന്നാലേ നീയൊക്കെ പഠിക്കൂ. അത് നീ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഇനി എന്തിനാ ഇവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? ഇവളുടെ മുഖത്ത് കരിയോയിൽ ഒഴിച്ചുകൊണ്ട് ഇവളോടുള്ള നമ്മുടെ പ്രതിഷേധം അറിയിക്കണം. പിന്നെ മഞ്ജരി, ഇപ്പൊ നടന്ന ഈ സംഭവം മനസ്സിൽ വെച്ചോണ്ട് മേഘന മാഡത്തെ ദ്രോഹിക്കാൻ ശ്രമിച്ച് അവർക്ക് വല്ലത് സംഭവിച്ചെന്നിരിക്കട്ടെ. പിന്നെ ഈ കുടുംബത്തിൽ ആരെയും ഞങ്ങൾ വെറുതെ വിടില്ല. എന്തായാലും വനിതാ കമ്മീഷനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരും വരും. മേഘനെ തൊട്ട് കളിക്കാൻ ഞങ്ങൾ ഇനി സമ്മതിക്കില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. മഞ്ജരി, മഞ്ജരി കരയല്ലേ? എന്ത് സംഭവിച്ചത് പ്രിയമതേ? അരുണിമേച്ചി, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കയറി അവരെ തെറ്റിക്കുന്ന നീയാണോ? മേഘനയുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ചതിന് തക്ക മറുപടി നൽകാൻ വന്നതാ. നിന്നെ പോലുള്ളവരെ അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാവില്ല. ഇപ്പൊ നടന്ന ഈ സംഭവം മനസ്സിൽ വെച്ചോണ്ട് മേഘന മാഡത്തെ ദ്രോഹിക്കാൻ ശ്രമിച്ച് അവർക്ക് വല്ലത് സംഭവിച്ചെന്നിരിക്കട്ടെ. പിന്നെ ഈ കുടുംബത്തിൽ ആരെയും ഞങ്ങൾ വെറുതെ വിടില്ല. മഞ്ജരി കരയാതിരിക്കുക. മഹിളാ സമാജാന്ന പേരും വെച്ചോണ്ട് അവരെന്നല്ലേ ഇപ്പൊ സ്ത്രീകളെ അപമാനിക്കുന്നത്? ഇങ്ങനെയുള്ളവളെ മൈൻഡ് ചെയ്യരുത് മഞ്ജരി. മതി, നിർത്ത്. ഇനി ആരും എന്റെ മോളെ ആശ്വസിപ്പിക്കണ്ട. നന്ദൻ കുടുംബത്തിലാകുമ്പോ എന്റെ മോള് സുരക്ഷിതയായിരിക്കുമെന്ന് കരുതി അതാ ഇത്രയും കാലം ഇങ്ങോട്ട് വരാതിരുന്നത്. എന്നിട്ട് ഇന്ന് ഈ വീട്ടിൽ വെച്ച് തന്നെ അവളെ നാട്ടുകാര് കയ്യേറ്റം നടത്തിയിട്ട് പോയിരിക്കുക. ഇവിടെ താമസിച്ചത് കൊണ്ടല്ലേ എന്റെ മോൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടേണ്ടി വന്നത്. ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ആതിരെ, പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ലല്ലോ.
അവളുമാരെയൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഇതൊന്നും നിന്റെ തെറ്റല്ല പ്രിയംവദേ. എല്ലാത്തിനും ഈ മേഘനെ കാരണക്കാരി. ഇവളുടെ ഗൂഢാലോചനകൾക്ക് എന്റെ മോള് ഇപ്പൊ ബലിയാടായിരിക്കുന്നെ. ഈ കുഗ്രാമത്തിലെ കുബുത്തിക്ക് മുന്നില് ഇപ്പൊ എന്റെ മോള് നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ട്. ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്തിട്ട് ആന്റി? എല്ലാത്തിനും നീയെ കാരണം. അതെ മേഘനെ, വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ടാവും. പക്ഷേ മറ്റൊരു സ്ത്രീയെ അപമാനിക്കും വിധത്തിലാവരുതത്. പക പോക്കാൻ വേറെ എത്രയോ വഴികളുണ്ട്. ഇങ്ങനെ കണ്ടവരെ വിളിച്ചുകൂട്ടി അവരെ കൊണ്ട് തല്ലിക്കാനും മാത്രം എന്താ ഇവള് ചെയ്തത്? ഇന്ന് നീ ഒറ്റൊരുത്തി കാരണം എന്റെ പൊന്നുമോള് ഇങ്ങനെ ഒരു നാണക്കേടിന് വിധേയായല്ലോ. ഇനി എന്റെ മോൾക്ക് ജീവിതകാല സമാധാനത്തോടെ കഴിയാൻ പറ്റൂ. മേഘനെ, ഇപ്പൊ നിനക്ക് സമാധാനായോ? ഇതാണോ നീ ആഗ്രഹിച്ചത്? നിനക്കോ സന്തോഷിക്കാനുള്ള വകയില്ല. മറ്റുള്ളവരുടെ സന്തോഷം കൂടെ എന്തിനാ നശിപ്പിക്കുന്നേ? ഇപ്പൊ ഇവിടെ നടന്ന സംഭവത്തിന് എനിക്കും തമ്മിൽ എന്താ ബന്ധമെന്ന് പോലും അറിയില്ല. എല്ലാത്തിനും എന്നെ എന്തിനാ നിങ്ങൾ പഠിച്ചായിരുന്നേ? ആരെന്ത് ചെയ്തു എന്ന് തിരക്കാൻ പോലും മനസ്സില്ലല്ലോ ആർക്കും. മഞ്ജരിയെ അപമാനിക്കണോ എന്നൊന്നും ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാ. നീ അല്ലെങ്കിൽ പിന്നെ ആരാണ് ഇതൊക്കെ ചെയ്തത്? ആ പ്രസ്സുകാരോട് നീ വേണ്ടാത്തതൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ ഇന്ന് മഹിളാ സമാജത്തിലെ പെണ്ണുങ്ങൾ എല്ലാരും കൂടി ചേർന്ന് ഈ വീട്ടിലേക്ക് കയറി വന്നത്. നീ ഒറ്റൊരുത്തിയുടെ ഗൂഢാലോചന കാരണം ഇന്ന് ഈ വീട് അഗതി മന്ദിരം പോലെ കണ്ടവർക്കൊക്കെ കേറി വരാനും മാത്രമായത്. ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കും, പക്ഷെ പുറകി കൂടെ താങ്ങാവുന്നത്ര താങ്ങും ചെയ്യും. നീ ഇത്ര ദുഷ്ടയായിരുന്നു. എല്ലാം അങ്ങ് ഒപ്പിച്ചു വെച്ചിട്ട് അവസാനൊന്നും മോങ്ങി കാണിച്ച ഞാൻ അങ്ങ് ക്ഷമിക്കുമെന്ന് കരുതിയോ? എന്റെ ജീവിതത്തിൽ ഇന്നീ നിമിഷം വരെ ഇത്രയും വലിയൊരു അപമാനം ഉണ്ടായിട്ടില്ല. ഇത്രയും കാലം ഒരാൾ എന്റെ നേരെ വിരൽ ചൂണ്ടാൻ ഞാൻ അനുവദിച്ചിട്ടുമില്ല. എന്റെ തെറ്റ് ചൂണ്ടിക്കാട്ടാൻ വേറെ ആർക്കും ഞാൻ നിന്നു കൊടുത്തിട്ടുമില്ല. ഇത്രയും വലിയൊരു അപമാനത്തിന് ശേഷം ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. മഞ്ജരി, 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 മഞ്ജരി. മഞ്ജരി, വാതിൽ തുറക്ക്. മഞ്ജരി, 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 എന്താ കാര്യം? മഞ്ജരി കയറി വാതിലടച്ചിരിക്കുക. പേപ്പറിലെ ന്യൂസ് കണ്ട് മഹിളാ സമാജത്തിലെ കുറച്ചു പേര് ഇവിടെ കയറി വന്ന് അവളെ അപമാനിച്ചു. അതിന്റെ സങ്കടം മോനെ അവൾക്ക്. ഇനി ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞ് അവൾ കയറിപ്പോയെ. ഇനി അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കുമെന്ന് എന്റെ പേടി. മഞ്ജരി, മഞ്ജരി, നീ വേണ്ടാത്ത പണിക്കൊന്നും ദയവ് ചെയ്ത് നിൽക്കല്ലേ. ഇങ്ങനെ തോന്നിയതുപോലെ പല വാർത്തകൾ വന്നെന്നിരിക്കും. അതിന്റെ പേര് ചാവാൻ നിന്നാൽ എങ്ങനെയാ? പ്ലീസ് ഓപ്പൺ ദ ഡോർ. മഞ്ജരി, മഞ്ജരി, പ്ലീസ് ഓപ്പൺ ദ ഡോർ. ഈ അപമാനം സഹിച്ച് എനിക്ക് ജീവിക്കണ്ട. മഞ്ജരി, മഞ്ജരി, വാതിൽ തുറക്ക്. എനിക്ക് മരിച്ചാ മതി. അയ്യോ മഞ്ജരി, വാതിൽ തുറക്ക് മോള്. ഞാൻ മരിച്ച ഇവിടെ ഉള്ള സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും. അയ്യോ മഞ്ജരി, നീ നിന്റെ ഭാര്യയായിട്ട് സന്തോഷായിട്ട് ജീവിച്ച മിഥുൻ. മഞ്ജരി, ഈ നന്ദൻ കുടുംബത്തിന്റെ പേരിലും എന്റെ പേരിൽ ഇനി യാതൊരു കളങ്കം ഉണ്ടാവില്ല. എല്ലാത്തിനും തടസ്സമായിട്ട് നിൽക്കുന്ന ഞാനല്ലേ മഞ്ജരി, പ്രത്യേകിച്ച് നിനക്കും നിന്റെ ഭാര്യ മേഘനയ്ക്കും ഏറ്റവും വലിയ തടസ്സം ഞാനാ.
ഞാനൊന്ന് മരിച്ചോട്ടെ. മോളെ മഞ്ജരി, മിഥുൻ, മഞ്ജരിയുടെ പിടിവാശി അറിയാലോ. നമ്മൾ പറയുന്നൊന്നും അവള് കേക്കില്ല. നമ്മൾ ഇനി താമസിക്കും തോറും അവളുടെ ജീവൻ അപകട. മഞ്ജരി, 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 നീ വാതിൽ തുറക്ക് വേഗം. മഞ്ജരി, 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 പറയുന്നത് കേൾക്ക്. മാറി. മഞ്ജരി, 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 മോളെ, മഞ്ജരി, മഞ്ജരി, എന്ത് പറ്റി മോളെ? മോളെ, എണീക്ക് മഞ്ജരി, മോളെ. നീ എന്തേ കാണിച്ചേ? മഞ്ജരി, അയ്യോ, എന്താണ് നീ ചെയ്തത്? പറ മോളെ. മഞ്ജരി മാറ്, മാറ്. മഞ്ജരി മഞ്ജരി, 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 അയ്യോ മോളെ. മഞ്ജരി, മഞ്ജരി, മോളെ. മഞ്ജരി, മഞ്ജരി. ആന്റി പേടിക്കാതിരിക്കെ, മഞ്ജരിക്കൊന്നും പറ്റില്ല. ഒന്നും പറ്റില്ലെന്ന് ഇത്രയും നാള് വിചാരിച്ചിരുന്നു. നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണല്ലോ. കല്യാണം കഴിക്കുമായിരിക്കും. ഇനി അവളുടെ ജീവിതം സുരക്ഷിതമായിരിക്കുമെന്ന് ഞാൻ കരുതിയ. അരുണിമയുടെ ജയദേവന്റെ കുടുംബത്തിലേക്ക് മരുമോളായിട്ട് പോകാൻ പോവല്ലേ. ഇനി അവൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചതൊന്നും സത്യമായിരുന്നില്ലല്ലോ. എന്റെ സ്വപ്നങ്ങളെല്ലാം മണ്ണടിഞ്ഞു പോയില്ലേ. മോളുടെ ആഗ്രഹത്തിന്റെ പുറകെ പോയിക്കോളാൻ അവളെ ഉപദേശിക്കണോ അതോ വേണ്ട എന്ന് പറഞ്ഞു വിലക്കണോ? ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവക്കിപ്പോ ജീവിക്കണമെന്നുള്ള ആഗ്രഹം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും നിന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നില്ല. ഇത്രയൊക്കെ ആയിട്ടും എന്തോ ഒരു മഹാത്ഭുതം സംഭവിക്കും, നിന്നെ അവൾക്ക് കിട്ടുമെന്ന് അവൾ വിശ്വസിച്ചു. ഒടുവിൽ ഇപ്പൊ എന്താ സംഭവിച്ചത്? ദേ കിടക്കുന്നു, ജീവൻ പോലും തിരിച്ചു കിട്ടുമെന്ന് അറിയാത്ത അവസ്ഥയില്. ആതിരെ, ഇവിടുത്തെ സാഹചര്യങ്ങൾ നിനക്കും അറിയാലോ. എല്ലാം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പദം പെറുക്കിയിട്ട് എന്ത് കാര്യം? നിന്നോട് പറയാൻ ഞങ്ങൾക്കിപ്പോ യാതൊരു ഉത്തരവില്ല. നിങ്ങൾക്ക് ഉത്തരം പറയാനാവില്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ എന്റെ മോളുടെ ജീവിതം എന്നും ഇങ്ങനെ ഒരു ചോദ്യമായിട്ട് തുടരും. ഇഷ്ടമല്ലെന്നുണ്ടായിരുന്നെങ്കിൽ ആ മേഘിനെ കണ്ടെത്തി കൊണ്ടുവന്നപ്പോ തന്നെ എന്റെ മോളെ അവിടെ നിന്ന് ആട്ടി പുറത്താക്കാൻ പാടില്ലായിരുന്നോ? അതും ചെയ്തില്ലല്ലോ. ആതിരെ, നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഉറപ്പായി നിറവേറും. ഞാനല്ലേ പറയുന്നത്. മഞ്ജരിയുടെ സ്നേഹം സത്യം, മിഥുന്റെ സ്നേഹവും സത്യം. അതിനു മുന്നിൽ മറ്റൊന്നും നിലനിൽക്കില്ലെന്ന് ഞാൻ ഉറപ്പു തരാം. അവളുടെ ഈ സ്നേഹം വേണ്ടെന്ന് വെച്ചിട്ട് മിഥുനെ മാറിപ്പോവാനാവൂ? മഞ്ജരിയും പോലെ ഒരാള് ഉറപ്പായി അവൻ വിട്ടുകളയില്ല. മഞ്ജരി ഇത്രയും കാലം പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവളുടെ ജീവിതം മാറി മറിയും. അതിരെ, ഇക്കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. കണ്ടല്ലോ മേഘനെ, ഇന്ന് നീ കാരണം എന്റെ മോൾ അവിടെ എങ്ങനെ കിടക്കുന്നു. നീ കാരണം സൈകേട്ട മരിക്കാൻ തീരുമാനിച്ചത്. ഒരിക്കൽ പോലും ആരുടെ മുന്നിൽ അടിയറവ് പറയാത്തവളാ എന്റെ മോള്.
അവള് വിചാരിച്ചതൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷെ നീ ഒരുത്തി കാരണം അവൾക്ക് ഇന്ന് അപമാനവും അവഗണനയും കിട്ടിയിരിക്കുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട അവൾ ഈ ലോകത്തിൽ നിന്ന് തന്നെ പോവാൻ തീരുമാനിച്ചു. എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നിരിക്കട്ടെ, നിന്നെ ഞാൻ നിന്ന് നീപ്പി കത്തിക്കും. ഓർമ്മയിരിക്കട്ടെ. ഡോക്ടറെ, എന്റെ മോളുടെ ബോധം തെളിഞ്ഞു. ഇപ്പൊ അവക്ക് എങ്ങനെയുണ്ട്? വിഷമിക്കണ്ട, ഇപ്പൊ അവൾക്ക് ബോധം തെളിഞ്ഞു. നൗ ഷീ ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ. ഉടനെ തന്നെ ആരും അവളെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കണ്ട. നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം. താങ്ക് യു ഡോക്ടർ. ആതിരെ, നീ ഇതുപോലത്തെ ഒരു അവിവേകം കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല. എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം, അല്ലാതെ ഇങ്ങനെ തളർന്നു വീഴരുത്. നീ ഇത്രയ്ക്കും വലിയൊരു ഭീരുവാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മഞ്ജരി. എപ്പോഴും വലിയ ധൈര്യം കാണിക്കുന്ന ആളാണല്ലോ, എന്നിട്ട് ഇങ്ങനെ ഒരു പണി ഒപ്പിച്ച എന്തിനാ? പ്ലീസ്, ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്തു പോരുത്. നിങ്ങളുടെ കൊച്ചു വർത്താനമൊക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് വീട്ടിൽ പോണായിരുന്നു. മഞ്ജരി, ഇനി എന്താ നീ നോക്കിയിരിക്കുന്നെ? ചെന്ന് നിന്റെ ബാഗ് പാക്ക് ചെയ്തോണ്ട് വാ. മഞ്ജരി, നീ നിക്ക്. ആതിരെ, എന്താ നീ പറയുന്നേ? മഞ്ജരി എവിടേക്ക് കൊണ്ടുപോണേ? ഇനി അവൾ ഈ വീട്ടിൽ നിൽക്കുന്നത് അവളുടെ ജീവൻ അപകടം. ഇപ്പൊ തന്നെ അവളെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും മുമ്പ് ഇവിടെ നിൽക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. ആതിരെ, നീ എന്താ ഉദ്ദേശിച്ചത്? ഈ വീട്ടിൽ തുടരാനുള്ള അധികാരമോ അവകാശമോ ഒന്നും ഇപ്പൊ എന്റെ മോൾക്ക് ഇല്ലല്ലോ. ആർക്കും വേണ്ടാത്തൊരു പാഴ് വസ്തുവിനെ പോലെ അവൾ എന്തിനീ വീട്ടിൽ കിടക്കണം? ഒരിക്കൽ മിഥുന്റെയും മഞ്ജരിയുടെയും കല്യാണ നിശ്ചയം കഴിഞ്ഞപ്പോ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. അപ്പോഴാണെങ്കിൽ ജാതകദോഷ വേറെ പെണ്ണിനെ കണ്ടെത്തി കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നില്ലേ? പക്ഷെ ഇപ്പം ഇതിന് അങ്ങനെയുള്ള യാതൊരു ജാതകദോഷവും ഇല്ലല്ലോ. എന്നിട്ട് ഇപ്പോഴും എന്റെ മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്ത എന്താ? മേഘന ഡിവോഴ്സ് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോവും. അപ്പൊ മഞ്ജരിയാണ് ഈ വീട്ടിലെ മരുമകളായിട്ട് ഇവിടെ വാഴാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ അതിനെപ്പറ്റി ഒരു സംസാരവും ഞാനിവിടെ കേൾക്കുന്നില്ല. നീ എന്തിനിങ്ങനെ കാട് കയറി സംസാരിക്കുന്നത്? നാളെ എന്തായാലും നടക്കാനിരിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ ഇത്? ഇല്ല അരുണിമേ, ഇനി അതൊക്കെ നടക്കുന്നുള്ള എന്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാന്ന് ചോദിച്ച, മേഘന ഇവിടേക്ക് തിരിച്ചു വന്നത് 6 മാസത്തെ കോടതി അവധിക്കല്ല, എന്നേക്കുമായി വേരുറപ്പിക്കാനുള്ള ഉദ്ദേശത്തിലാ അവള് വന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാ മിഥുനും മഞ്ജരിക്കും ഇടയിൽ അകൽച്ചയുണ്ടാക്കാൻ അവൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ചുവടിലും അവർക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അവൾ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുക. മേഘനയുടെ ഇത്തരം പ്രവർത്തികൾ കാണുമ്പോ ഇന്നല്ലെങ്കിൽ നാളെ ഒരു നാൾ എന്റെ മോള് ശരിക്കും ആത്മഹത്യ ചെയ്ത് മരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. സാഹചര്യങ്ങൾ അവിടെ വരെ എത്തും മുമ്പ് എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്റെ മോളെ ഇങ്ങനൊരു അപകടകരമായ ജീവിതത്തിലേക്ക് തള്ളിവിട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോയില്ല. ഇനി എന്തു വന്നാലും ഈ കുടുംബത്തിനും എന്റെ മകൾക്കും യാതൊരു തരത്തിലുള്ള ബന്ധവും വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആതിരെ, നീ ചാടിക്കേറി ഓരോന്ന് തീരുമാനിക്കല്ലേ.
ആവോളം ക്ഷമയോടെ കാത്തിരുന്നിട്ട് ആറുന്നവരെ കാത്തിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒന്നും വേണ്ട പ്രിയമതെ, എന്റെ മോളുടെ ഭാവി എനിക്ക് രക്ഷിക്കണം. നിങ്ങളുടെ ഈ വീട്ടിൽ മേഘന നിൽക്കുന്നിടത്തോളം കാലം എന്റെ മോൾക്ക് ഇവിടെ യാതൊരു സുരക്ഷയില്ല. മേഘനയുടെ ഗൂഢാലോചനയ്ക്ക് മുന്നിൽ എന്റെ മോളുടെ ജീവൻ ഏതു നേരവും അപകടത്തിലാവും. ഒരു കാരണവും ഇല്ലാതെ എന്റെ മേൽ ഇത്രയും പഴിച്ചാരുന്നത് എന്തിനാ? അങ്ങനെ എന്ത് കുറ്റം ഞാൻ ചെയ്തേ? ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങൾക്കും നീ മാത്രമാണ് കാരണക്കാരി. മഞ്ജരിയെ നീ എങ്ങോട്ടേക്കും കൊണ്ടുപോകേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവളുടെ ഭാവി എന്താകും? എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി മിഥുന്റെയും മഞ്ജരിയുടെയും കല്യാണ നിശ്ചയം നടത്തണം.